ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ ഒരുങ്ങിയിറങ്ങി ജോലിക്ക് പോകുന്ന വഴിയാണ്. സമയം ഇപ്പോൾ 8 മണിയായി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ എൻ്റെ ജോലി സ്ഥലത്തേക്ക്. ഇതാണ് ഞാൻ താമസിക്കുന്ന വീട്. ഇവിടെ നിന്നൊരു 10 മിനിറ്റ് നടന്നാൽ എൻ്റെ ജോലി സ്ഥലത്തെത്തും. ഞാൻ നടന്നു തുടങ്ങി. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി. ഇതേ കണ്ടോ, വ്യത്യസ്ത കളറിലുള്ള വേസ്റ്റ് ബിൻസ്. ഇതിന്ന് കളക്ഷൻ ഡേറ്റ് ആണെന്ന് തോന്നുന്നു. കൗൺസിലിൽ നിന്ന് ആൾ വന്നത് എടുക്കും. അതിനുവേണ്ടി അവർ പുറത്തെടുത്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ ബസ്സാണ്. ഇവിടെ നിന്ന് റെഡിങ്ങിൽ സിറ്റി സെൻറ്ററിലോട്ട് പോകുന്നെങ്കിൽ ഈ ബസ്സിൽ കയറി വേണം പോകാനായിട്ട്. ഇതിവിടുത്തെ ബസ് സ്റ്റോപ്പ്. ബസ്സിൻ്റെ സമയം ഇവിടെ നമുക്ക് ഈ സ്ക്രീനിൽ കാണിക്കും. ബെസ്റ്റ് സ്ക്രീനിൽ നിന്ന് വർക്കല്ല, നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചപ്പോഴേ പേടിക്കേണ്ട. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 12-15 മിനിറ്റ് ഇടവേളയിൽ മിക്കവാറും ബസ് വരും. കറക്റ്റ് സമയത്തിന് വരും. ഇത് അത്യാവശ്യം വൃത്തിയുള്ളൊരു ബസ് സ്റ്റോപ്പാണ്. വേസ്റ്റ് ബിന്നുണ്ട്, ആൾക്കാർ നന്നായിട്ട് നോക്കുന്നുമുണ്ട്. അവിടെ നിന്ന് പിന്നെയും താഴോട്ട് കടന്നു. ഇവിടെ വന്നു. പെഡസ്ട്രിയൻ പാത്ത് യൂസ് ചെയ്യാനായിട്ട് ആ സ്വിച്ചിലൊക്കെ ഒന്ന് അമർത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഒരു രക്ഷയില്ല. 1 മിനിറ്റോളം നിന്നിട്ടും നമുക്കുള്ള പച്ച കത്തിയില്ല. അതുകൊണ്ട് അപ്പുറത്തുള്ള ക്രോസ് വഴി റോഡ് മുറിച്ച് കടന്നു. വലതുവശത്ത് കണ്ടോ, ടെസ്ലയുടെ ഒരു ഷോറൂമാണ്. പ്രീ ഓൺഡ് കാർ വിൽക്കുന്ന ഷോറൂമാണെന്ന് തോന്നുന്നു. മിക്കവാറും ഞാൻ അതുവഴി പോകുമ്പം അങ്ങോട്ടൊക്കെ നോക്കാറുണ്ട്. കയ്യിൽ പുത്തൻ വന്നിട്ട് വേണം ഒരെണ്ണം എടുക്കാനെന്ന് വിചാരിക്കും. അങ്ങനെ വീണ്ടും മുന്നോട്ട് നടന്നു. ഇതേ കണ്ടോ, വലതുവശത്ത് സൈക്കിൾ ട്രാക്ക്, ഇടതുവശത്ത് കാൽനട യാത്രക്കാർക്കുള്ള വഴി. സൈക്കിൾ ട്രാക്ക് അത്യാവശ്യം വീതിയുണ്ട്. നമ്മുടെ നാട്ടിലും ഇത് കണ്ടിട്ടിപ്പം സൈക്കിൾ ട്രാക്കൊക്കെ വന്നിട്ടുണ്ടെന്നുള്ള വാർത്തയും കണ്ടു. തിരുവനന്തപുരത്തെ നല്ല വീതിയുണ്ട് രണ്ട് വശത്തും. സൈക്കിൾ ട്രാക്ക് കുറച്ചും കൂടി വീതിയുള്ളതാണ്. പ്രത്യേകം കളറൊന്നും അടിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഇതേ ഇടതുവശത്തൊരു ആപ്പിൾ. ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിക്കാവേ. കണ്ടോ, പഴുത്ത് വരുന്നതേ ഉള്ളൂ, എന്നാലും കൊള്ളാം. കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല കളറാവും തോന്നുന്നു. വീണ്ടും ഞാൻ മുന്നോട്ട് കടന്നു. ഇവിടെ നിന്ന് വളരെ അടുത്താണ് എൻ്റെ ജോലി സ്ഥലം. എങ്ങനെയുണ്ട് ലുക്ക്? തിരക്കേടില്ലല്ലേ? അങ്ങനെ നടന്നു എൻ്റെ ജോലി സ്ഥലം എത്തി. 8:30ക്കാണ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനൊരു 15-20 മിനിറ്റ് നേരത്തെ എത്തും. ഇത് കണ്ടോ, എൻ്റെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. ഫ്രണ്ടിൽ കാണുന്നൊരു പാർക്കാണത്. ഞാൻ വിൻഡോ ഒന്ന് തുറന്നിട്ടു. കുറച്ച് നേരം കുറച്ച് കാറ്റൊക്കെ അകത്ത് കയറിട്ടെന്ന് കരുതി. ഇതേ കാണുന്നുണ്ടോ, ആ പാർക്കിലൊരു സൈക്കിൾ ട്രാക്കാണ്, BMX സൈക്കിൾ ട്രാക്ക്. വൈകുന്നേരം അങ്ങോട്ടൊന്ന് പോയി അതൊക്കെ ഒന്ന് പകർത്താം. കമ്പ്യൂട്ടർ അപ്പോഴത്തേക്കും ഓണായി വരുന്നു. എൻ്റെ പേര് കണ്ടില്ലേ? ഇപ്പോൾ ഇൻ്റർനാഷണലി ഞാൻ ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. ആ പാർക്കിൻ്റെ ഒരു ലുക്ക് നോക്കി, മരങ്ങളൊക്കെ വെച്ചേക്കുന്നത് കാണാൻ നല്ല നല്ല ഭംഗിയില്ലേ? വൈകുന്നേരം അങ്ങോട്ടൊന്ന് പോയി കറങ്ങാം. അങ്ങനെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. ഇതേ കണ്ടോ, വൈകുന്നേരം ആയപ്പം അത്യാവശ്യം വെയിലൊക്കെ വന്നു. തെളിഞ്ഞ കാലാവസ്ഥയായി. മണി 6:30 ജോലി കഴിഞ്ഞിറങ്ങി. ഇനി ആ പാർക്കിലോട്ടൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വീട്ടിലോട്ട് പോകുന്ന കരുതി. നല്ല തെളിഞ്ഞ കാലാവസ്ഥ, നല്ല വെയിൽ. സമയം 6:30 പക്ഷേ ഇപ്പോഴും നല്ല വെയിലുണ്ട്. സൂര്യാസ്തമയം 9 മണി അടുപ്പിച്ചാണ് ഇന്ന്. ഞാൻ പാർക്കിനകത്ത് കയറി ചുറ്റും ഒന്ന് വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്തു. ഇതാണ് നമ്മൾ ആ ദൂരെ നോക്കിക്കണ്ട ആ BMX സൈക്കിൾ ട്രാക്ക്. ഒരു ദിവസം സൈക്കിൾ കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് കറങ്ങണം. മറിഞ്ഞ് വീഴുമെന്തോ. കൊച്ചു പിള്ളേരൊക്കെ വന്ന് ഇവിടെ സൈക്കിൾ ഓടിച്ച് നല്ല അഭ്യാസ പ്രകടനങ്ങളെ കാണിക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ റൂമിൽ ഇരുന്ന് കാണും. ദൂരെ കുറച്ച് വീട്ടിൽ സോളാർ പാനൽ. അങ്ങനെ അവിടേക്കൊന്ന് ചുറ്റിക്കണ്ട് താഴോട്ടങ്ങ് ഇറങ്ങി. നല്ല രസം തോന്നി. പ്രത്യേകിച്ച് ആ മരങ്ങളിങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കുന്ന പോലെ തോന്നി. മൾബറി. പണ്ട് നാട്ടിൽ വീടിനടുത്ത് വിഷ്ണുചേട്ടൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അവിടെ നിന്ന് പറിച്ച് കഴിക്കുമായിരുന്നു. എന്തായാലും കണ്ടയില്ലേ, 2 എണ്ണം പൊട്ടിച്ച് കഴിക്കാമെന്ന് ഞാൻ കരുതി. പതിങ്ങ് പറിച്ചെടുത്തു. കുഴപ്പമില്ല, ടേസ്റ്റുണ്ട്. ഒന്നും കൂടെ പറിച്ചെടുത്തു. അതും കൊള്ളാം, കുഴപ്പമില്ല.
വീണ്ടും ഒന്നുകൊണ്ട് പറിച്ചെടുത്ത്. ഓക്കെ, മതി. പാർക്ക് നല്ല രസമല്ലേ കാണാനായിട്ട്? അവരത് ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ നല്ല രസമെന്ന് തോന്നി. മരങ്ങൾ വച്ച് പിടിപ്പിച്ചിരിക്കുന്നതും അതിൻ്റെ ഇലകളൊക്കെ വെട്ടി നിരപ്പാക്കി വെച്ചിരിക്കുന്നതൊക്കെ നല്ല രസമുണ്ട്. ഞാനങ്ങനെ മുന്നോട്ട് കടന്ന് വീണ്ടും ആ ഭംഗിയൊന്ന് വീഡിയോയിലൊന്ന് എടുത്തു. ഇത് വലതുവശത്ത് കണ്ടോ, ഒരു ചെറിയ ജിം സെറ്റപ്പ്. ഇവിടെ ഒരുപാട് പേര് വന്ന് എക്സസൈസ് ചെയ്യാറുണ്ട്. ഞാനൊന്ന് അടുത്തോട്ട് പോയി എന്തൊക്കെ മെഷീൻസാണ് ഉള്ളതെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അത് ലാറ്റ് പുള്ള്, ഇത് കൈക്കും കാലിനൊക്കെ എക്സസൈസ് ചെയ്യുന്ന മറ്റ് മെഷീൻസ്. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഷോൾഡർ പ്രസ്. അതെ, ഷോൾഡർ പ്രസ്. പിന്നെ ഇതേ കണ്ടോ, അവിടെ ഒരു ചേട്ടൻ നിന്ന് കുറച്ച് അഭ്യാസമൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ പുള്ളപ്പിനും പുഷപ്പിനുള്ള സെറ്റപ്പൊക്കെ നമുക്ക് അവിടെ ഉണ്ട്. അതൊക്കെ എടുത്ത് ഞാനൊന്ന് പാർക്കിൻ്റെ പുറത്തോട്ട് ഇറങ്ങി. നല്ല ഇളം വെയിലൊക്കെ കൊണ്ട് ഒരു ഈവനിങ് അറ്റ്മോസ്ഫിയറൊക്കെ ആസ്വദിച്ച് പോകുമായിരുന്നു. നല്ല രസമുണ്ടല്ലേ? എൻ്റെ ക്യാമറയ്ക്ക് ഇത്ര ഭംഗിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഷൂട്ട് ചെയ്തപ്പോഴായിരുന്നു. കുറച്ചപ്പുറത്ത് കുറച്ച് റോസ ചെടികളുമുണ്ട്, അതും ഒന്ന് പകർത്തി കളയാം. എങ്ങനെയുണ്ട്? നമ്മുടെ നാട്ടിൽ ഇത്രയും കളറുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ചിലപ്പോൾ കാണുമായിരിക്കും. എന്തായാലും ഈ വീഡിയോ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ആ പറിച്ചെടുത്ത സ്ട്രോബെറി എൻ്റെ വായിക്കിടുന്നതുകൊണ്ട് ആ ബൈ ബൈ ശരിയായില്ല. അപ്പം ഒരിക്കൽ കൂടി ബൈ ബൈ.